മലയാളം ബിഗ് ബോസ് സീസൺ 7 ഏഷ്യാനെറ്റ് ഇപ്പോൾ 2 പ്രോമോകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 2 പ്രോമോയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ അനുമോൾക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എന്നാണ്. അവസാനം ഇവിടെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകാമെന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. കഴിഞ്ഞ വീക്കിലും ഇതുപോലെ തന്നെ ലാലേട്ടൻ അനുമോളോട് ഫയർ ചെയ്തതാണ്. ജിസൈലിൻ്റെ ചുണ്ടിൽ നിന്നും ലിപ്സ്റ്റിക്ക് ഒരച്ചെടുത്തപ്പോൾ ആ സംഭവത്തിന് ശേഷം അനുമോൾ ജിഷിനോട് പറഞ്ഞിരുന്നത്, അന്ന് ലാലേട്ടൻ എന്നെ വഴക്കു പറഞ്ഞപ്പോൾ ഞാൻ കരുതിയതാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെന്ന്. എന്നാൽ ഇന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാമെന്ന്. അന്ന് ഫയർ ചെയ്തതിനേക്കാട്ടിലും വഴക്ക് പറഞ്ഞതിനേക്കാളും 10 ഇരട്ടിയാണ് ഇന്ന് ഫയർ ചെയ്യുന്നതും വഴക്ക് പറയുന്നതും. അതുകൊണ്ട് അനുമോള് ക്വിറ്റ് ചെയ്ത് പോകുമോ എന്നൊരു സംശയമുണ്ട്. ഇത്ര സീസണുകളായിട്ടും ലാലേട്ടൻ ഇത്രയും ഷൗട്ട് ചെയ്യുന്ന 1-2 സന്ദർഭങ്ങൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുമോൾ ചെയ്ത തെറ്റിന്റെ സീരിയസ്നെസ് മനസ്സിലാകുമെന്ന് കരുതുന്നു. ആ ഒരു ചെറിയ വഴക്ക് കേട്ടപ്പോഴേ ഇറങ്ങിപ്പോകാനിരുന്ന വ്യക്തിക്ക് ഇത്രയും ഷൗട്ട് ചെയ്യുമ്പോൾ ഇറങ്ങിപ്പോകുമോ ഇല്ലയോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അതും ലാലേട്ടൻ മുഖത്ത് നോക്കിയാണ് ചോദിക്കുന്നത്, നാണമില്ലേ എന്ന്. ലാലേട്ടൻ പലരോടും ഫയർ ചെയ്തിട്ടുണ്ടെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ തരത്തിലുള്ള സംസാരം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതായത് തോന്നിവാസം പറയുന്നു, നാണമില്ലേ എന്നൊക്കെയാണ് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നത്. സീസൺ 6 സിബിൻ്റെ അതേ അവസ്ഥയാണ് ഇപ്പോൾ അനുമോൾക്ക്. സിബിനോടും ഇതുപോലെ ലാലേട്ടൻ ഷൗട്ട് ചെയ്യുകയും പിന്നീട് 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സിബിൻ ക്വിറ്റ് ചെയ്ത് പോവുകയായിരുന്നു. അതായത് സിബിന് വല്ലാതൊരു ട്രോമയിലേക്ക് പോവുകയും ഫുൾ കരച്ചിലും. സിബിൻ എനിക്ക് ഒന്ന് പേടിച്ചു പോയെന്ന് തോന്നുന്നു, പുറത്ത് നെഗറ്റിവിറ്റി വരുമെന്നൊക്കെ പേടി കാരണം സിബിൻ ക്വിറ്റ് ചെയ്ത് പോവുകയായിരുന്നു. ആ സെയിം അവസ്ഥയിലാണ് അനുമോളും ഇപ്പോൾ ഉള്ളത്. കാരണം വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ അറിഞ്ഞതുപോലെ അനുമോൾക്ക് അത്യാവശ്യം പുറത്ത് സപ്പോർട്ടുമുണ്ട്, ഫെയിമുമുണ്ട്. പക്ഷേ വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവത്തിന് ശേഷം എന്ത് വേണേലും മാറി മറിയാമല്ലോ. അതായത് ഇത്രയും നാളുണ്ടായിരുന്ന സപ്പോർട്ട് വേണമെങ്കിൽ പോകാം, അതുപോലെ തന്നെ നെഗറ്റീവ് ഇമേജ് ആകാം. ഇത്രയും ദിവസം പോസിറ്റീവ് ഇമേജ് ആണെങ്കിലും ഈ ഒരു ഇഷ്യൂ കൊണ്ട് നെഗറ്റീവ് ഇമേജ് ആകാം. ഇങ്ങനെയുള്ള ഭയമൊക്കെ അനുമോൾക്കുണ്ടെങ്കിൽ അനുമോൾ ക്വിറ്റ് ചെയ്ത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേഷനുകളുമായി വീണ്ടും വരാം.